Hi friends, I am Anu. എല്ലാവർക്കും Arus ഫാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് പാഷൻ ഫ്രൂട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പാഷൻ ഫ്രൂട്ട് ആണ്. ഇത് നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല, ചിലത് പച്ചയാണ്. ഒരു 3-4 ദിവസം കൊണ്ട് ഇരുന്നാൽ നന്നായിട്ട് പഴുത്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് ആണ്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ തന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരിക്കും. പണ്ടൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാവർക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് നമ്മുടെ ക്ഷീണമൊക്കെ അകറ്റി നന്നായിട്ട് ഒരു ഉന്മേഷം തരുന്ന സംഭവമാണ് കേട്ടോ. പക്ഷേ എല്ലാവരുടെയും വീട്ടിൽ നിറയും കായ ചിലപ്പോൾ പിടിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ നിറയും പാഷൻ ഫ്രൂട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാനും സാധിക്കുന്നതാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായൊരു പാഷൻ ഫ്രൂട്ട് ചെടി കാണിച്ചു തരാം. ഇപ്പോൾ അതിൽ കായ്കളുണ്ടായി. ആദ്യമായിട്ടോ കായ്കളുണ്ടാവുന്നത്, അത് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഈ പാഷൻ ഫ്രൂട്ട് ചെടി വളർന്നു തുടങ്ങിയപ്പോൾ കയറൊക്കെ കെട്ടി കൊടുത്തു. കുറച്ച് നന്നായിട്ട് പടർന്നു തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇതേ രീതിയിൽ ഒരു പന്തലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പന്തലെന്ന് വെച്ചിട്ട് നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പന്തലിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഏത് രീതി വേണേലും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പന്തലിട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ നടുന്ന രീതിയാണ്. ഒന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കുരുവില്ലേ അതെടുത്തിട്ട് നമുക്ക് പാകി അത് മുളപ്പിച്ചെടുത്ത് നടാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ട് ചെടീൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ട് നടാം. ഇത് രണ്ടായാലും നന്നായിട്ട് തന്നെ വളരും. തണ്ട് മുറിച്ചിടുന്നത് നമ്മുടെ പാരൻ്റ് ചെടീനെ പോലെ തന്നെ വേഗം തന്നെ അതിന് കായ്കളുണ്ടാകും. ഈ വിത്ത് മുളപ്പിക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് വേഗം തന്നെ കായ്കളുണ്ടാകും. തണ്ട് മുറിച്ച് നടുന്നതിന് അതിൻ്റെ നന്നായിട്ട് വളർച്ചയുള്ള ഒരു ചെടീൻ്റെ തണ്ട് മുറിച്ചെടുത്ത് നട്ട് വളർത്തിയാൽ മതിയാകും. വിത്ത് ഭാഗി നമുക്ക് പാഷൻ ഫ്രൂട്ട് ചെടി മുളപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് പഴുത്തൊരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പെടുത്ത് നമുക്ക് സാധാരണ പോലെ തന്നെ പാകി മുളപ്പിക്കാം. അത് എളുപ്പത്തിൽ മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട്. നാരങ്ങ നീരിൽ ഒരു ദിവസം അത് ഇട്ട് വെച്ചാൽ മതി. പിറ്റേ ദിവസം അതെടുത്തിട്ട് നമുക്ക് നടാവുന്നതാണ്. ഇതാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള കാമ്പ്. ഈ കാമ്പ് എടുത്തിട്ട് വേണം നമ്മൾ നാരങ്ങ വെള്ളത്തിൽ ഇട്ട് വെക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പകുതി നാരങ്ങ നീര് എടുത്തതാണ്. ഇതിലോട്ടാണ് ഞാൻ ഈ കാമ്പ് എടുത്തിടുന്നത്. ഈ കാമ്പ് നാരങ്ങ നീരിൽ ഇട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഓരോ കുരുവിനും പുറത്തുള്ള ഷെല്ലില്ലേ അതിന് കുറച്ച് കട്ടി അധികമാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ പൊട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീരിൽ മുക്കി വയ്ക്കുന്നത്. വെറുതെ നമ്മൾ മണ്ണിൽ നടുമ്പോൾ അത് പൊട്ടി മുളച്ച് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ ചിലപ്പം എല്ലാം പൊട്ടി മുളയ്ക്കണം എന്നുമില്ല. പക്ഷേ ഈ നാരങ്ങാനീരിൽ ഇട്ട് വെക്കുമ്പോൾ വേഗം തന്നെ അത് പൊട്ടി മുളച്ച് വരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ആക്കുന്നതാണ്. ഇനി ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതെടുത്ത് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമുക്ക് സാധാരണ മണ്ണിൽ നടാവുന്നതാണ്. ഒന്നെങ്കിൽ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ നടാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കവറോ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നടാം. എങ്ങനെയായാലും കുഴപ്പമില്ല. അത് നന്നായിട്ടെല്ലാം മുളച്ച് വരും. അതിനുശേഷം ഒരു 10-15 ദിവസം ആയതിനു ശേഷം നമുക്ക്, അല്ലെങ്കിൽ ഒരു മാസമായി അത്യാവശ്യം നല്ലൊരു വലിപ്പമൊക്കെ വെച്ച് പറിച്ച് മാറ്റി നട്ട് ഒന്നെങ്കിൽ ചാക്കിൽ നടാം, അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിൽ നടാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വളമൊക്കെ അത്യാവശ്യം ഒരു വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നടാവുന്നതാണ്. അതിനുശേഷം വളർന്ന് തുടങ്ങുമ്പോൾ നമുക്കതിന് കമ്പൊക്കെ കുത്തി കൊടുത്തൊരു കയറൊക്കെ കെട്ടി അത്യാവശ്യം നല്ലൊരു പന്തലും ഇട്ട് കൊടുക്കും. ഈ ചെടി ഞാൻ ഇതേപോലെ തന്നെ നട്ടിട്ട് മാറ്റി നടാനൊന്നും നിന്നില്ല. ഒരു കുറച്ച് കുരു മാത്രം ഒരു ചാക്കിൽ പാകി നട്ടു. അതിനുശേഷം അത് വളർന്ന് തുടങ്ങിയതാണ്. ഒരു ചാക്കിൽ തന്നെ 3-4 എണ്ണം നിൽപ്പുണ്ട്. ഇത് തന്നെയാണ് വളർന്ന് ഞങ്ങൾ പന്തലിട്ട് കൊടുത്തതും. എൻ്റെ വീട്ടിലിപ്പോൾ 2 ടൈപ്പിലുള്ള പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഒന്ന് യെല്ലോ കളറിലുള്ളതും അതുപോലെ തന്നെ പർപ്പിൾ കളറിലുള്ളതും. എനിക്ക് കൂടുതലും ഇഷ്ടം പർപ്പിൾ കളറാണ്. കാരണം അതാണ് കുറച്ചൊരു ടേസ്റ്റും കുറച്ചുകൂടെ മധുരവും ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വാങ്ങി നട്ടോളൂ, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ റെഡും ഉണ്ട്, അത് ഞാൻ കഴിച്ചിട്ടില്ല, അതും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ചെടി വളർന്നു തുടങ്ങിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെ ഉള്ളൊരു കാര്യമാണ് അതിന് നല്ലൊരു പന്തൽ ഒരുക്കുക എന്നുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു പന്തൽ വേണം ഒരുക്കാൻ. കാരണം കായ്കൾ ഉണ്ടാകുമ്പോൾ അതിൽ താങ്ങി നിൽക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു പന്തൽ വേണം നമ്മൾ ഒരുക്കാൻ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് മരത്തിൽ കയറ്റി വിടാം, അല്ലാന്നുണ്ടെങ്കിൽ ടെറസിൽ കയറ്റി വിടാം. പിന്നെ ഞാൻ ഒരുപാട് വീട്ടിൽ മുമ്പിൽ മുൻവശത്തൊക്കെ പന്തലിട്ട് കൊടുത്തിട്ട് കണ്ടിട്ടുണ്ട്. നല്ല വെയിലൊക്കെ ആകുമ്പോൾ ഒരു തണലുമാകും, തണുപ്പും ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ടൈപ്പുള്ള നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ പന്തലിട്ടിരിക്കുന്നത്. അതാകുമ്പോൾ അതിൻ്റെ വലുതായി വിരിഞ്ഞിട്ട് പൂവൊക്കെ ഇട്ടിട്ട് താഴോട്ട് തൂങ്ങിക്കിടക്കും. അപ്പം എൻ്റെ ഇലകളും തണ്ടുകളും ഒക്കെ നെറ്റിന് മുകളിൽ നിൽക്കും, അതിൻ്റെ മാത്രം താഴെ നിൽക്കും. അപ്പോൾ പഴുത്ത് കഴിഞ്ഞാലും ഡയറക്റ്റ് അത് നിലത്ത് തന്നെ വീണോളും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്, നിറയെ കായ്കൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ടിപ്പാണ് നല്ലൊരു പന്തലൊരുക്കുക എന്നുള്ളത്. ഈ പാഷൻ ഫ്രൂട്ടിന് പടർന്ന് കിടന്ന് വളരാനായിട്ടുള്ള ഒരു നല്ലൊരു പന്തലൊരുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നതാണ്, ഈ ചെടിക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പന്തലൊരുക്കേണ്ടതും ചെടി നടേണ്ടതുമൊക്കെ നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്കൾ ലഭിക്കും. എന്നിട്ടും നിങ്ങൾക്ക് കായ്കളൊന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രൂണിങ് നടത്തുക. അതായത് അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് കോന്തി വിടുക. അതായത് കട്ട് ചെയ്തും കുറച്ച് ഭാഗങ്ങളൊക്കെ മുറിച്ച് വിടുക. അവിടുന്ന് പുതിയത് തളർത്തു വരും. അങ്ങനെ അതിൽ കായ്കളുണ്ടാകും. ഒരുപാട് സംരക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. ഒരുപാട് വളവോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള കാശ് മുടക്കി വളങ്ങൾ മേടിച്ചിടേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് കായ്കളൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒന്ന് എന്തെങ്കിലും തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിലുണ്ടായിരുന്ന കമ്പോസ്റ്റ്, വേനൽ ടൈമൊക്കെ ആണെങ്കിൽ പിണ്ണാക്ക് പുളിപ്പിച്ചത് അല്ലെങ്കിൽ പച്ചച്ചാണകം പുളിപ്പിച്ചത്, അങ്ങനെ എന്ത് വേണമെങ്കിലും, എല്ലുപൊടി, ഇങ്ങനെയുള്ള എന്ത് വളങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് മാസത്തിൽ ഒന്ന് മതിയായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നനച്ച് കൊടുക്കേണ്ടതാണ്. വെയിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി നനച്ചില്ലെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങൾ നിർബന്ധമായിട്ടും നനച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, മണ്ണെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് വെള്ളം ഉള്ള മണ്ണാവരുത്. വെള്ളം ഇറങ്ങിപ്പോകുന്ന ടൈപ്പിലുള്ള മണ്ണിൽ വേണം നട്ടു കൊടുക്കാനായിട്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ വെയിൽ, ഇപ്പം നട്ടിരിക്കുന്ന ചെടീൻ്റെ അടുത്ത് വെയിൽ കുറവാണെങ്കിൽ ആ ചെടിയിൽ നിന്ന് ഒരു കമ്പ് മുറിച്ചിട്ട് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരിടത്ത് കൊണ്ട് നട്ട് നോക്കുക. അപ്പോൾ കമ്പ് മുറിച്ചിടുമ്പോൾ അതിൽ വേഗത്തിൽ കായ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിലുള്ള സ്ഥലത്ത് നട്ട് കഴിയുമ്പോൾ കായ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം വെയിലിൻ്റെ കുറവ് കൊണ്ടാണെന്ന്. നിങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടെ വരും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും പെട്ടെന്ന് വീഡിയോസ് കാണാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.